ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 10 മോർണിംഗ് പ്രൊഡക്റ്റീവ് ഹാബിറ്റ്സിനെ പറ്റിയാണെന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഹാബിറ്റ്സ് എന്ന് നോക്കാം. ഒന്നാമത്തെ ഹാബിറ്റ്, വേക്കപ്പ് 30 മിനിറ്റ്സ് ഏർലിയർ. അപ്പം നമ്മൾ സാധാരണ എഴുന്നേൽക്കുന്നതിലും 30 മിനിറ്റ് ഒന്ന് ഏർലി ആയിട്ട് എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യമേ തന്നെ നമ്മൾ 30 മിനിറ്റ് നോക്കരുത്. ഒരു 10 മിനിറ്റ് ആയിട്ട് നമ്മൾ നേരത്തെ എഴുന്നേറ്റ് ശീലിക്കുക. അപ്പം നമുക്ക് തന്നെ ഒരു എക്സ്ട്രാ ടൈം കിട്ടും റിലാക്സ് ചെയ്യാനും മെഡിറ്റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എഴുന്നേറ്റ ഉടനെ ഒരു ഫുൾ ഗ്ലാസ് വെള്ളം കുടിക്കുക. അപ്പോൾ നമ്മളുടെ മെറ്റബോളിസം ഒക്കെ നല്ല അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഫസ്റ്റ് തിങ് തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, ഒരു നാച്ചുറൽ ലൈറ്റ് കിട്ടാൻ വേണ്ടി നോക്കുക. നമ്മുടെ കേർട്ടൻസൊക്കെ ഒന്ന് മാറ്റി ഇച്ചിരി വെളിച്ചമായിട്ടുണ്ടെങ്കിൽ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ആ ഒരു നല്ല ഏർലി മോർണിംഗ് ലൈറ്റ് കിട്ടാൻ വേണ്ടി നോക്കുക. ഫോർത്ത് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രോപ്പർ മെഡിറ്റേഷൻ അല്ലെങ്കിലും കുറച്ച് നേരം കാമായിട്ട് കണ്ണടച്ച് ഇരിക്കുക എന്നുള്ളതും ഒരു മെഡിറ്റേഷൻ തന്നെയാണ്. 10 മിനിറ്റ് നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ മൈൻഡിനെ കാം ചെയ്യാനും സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഫോക്കസ് ഇൻക്രീസ് ചെയ്യാനും വേണ്ടി മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും. അഞ്ചാമത്തെ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾസ്, അന്നത്തെ ദിവസത്തേക്ക് വേണ്ടിയുള്ള നമ്മുടെ ഗോൾസ് ഒന്ന് എഴുതുക. ഇതും നമ്മൾ ആ ഒരു ദിവസം ഫോക്കസ്ഡ് ആവാനും മോട്ടിവേറ്റഡ് ആവാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. സിക്സ്ത് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ന്യൂട്രിഷ്യസ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇത് നമ്മുടെ ദിവസം നല്ല എനർജറ്റിക് ആവാനും ദിവസത്തിന് വേണ്ടിയുള്ള നമ്മുടെ എനർജി ന്യൂട്രിയൻസ് എല്ലാം ഈ രാവിലെ തന്നെയുള്ള ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തരും. രാത്രി മൊത്തം നമ്മളൊരു ഫാസ്റ്റിംഗ് മോഡിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ഫസ്റ്റ് മീലല്ലേ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്, അത് നല്ല ഹോളായി ന്യൂട്രിഷ്യസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. അതുപോലെ ജങ്ക് ഫുഡ് എല്ലാം ഒഴിവാക്കുക. നല്ല ഹോൾസം മീൽ കഴിക്കാൻ വേണ്ടി തന്നെ ശ്രദ്ധിക്കുക. അടുത്ത ഹാബിറ്റാണ് ഒരു 10 മിനിറ്റെങ്കിലും എക്സസൈസ് ചെയ്യുക. അത് ജസ്റ്റ് നമ്മളൊന്ന് സ്ട്രെച്ചിങ് ചെയ്യുകയോ അല്ലെങ്കിൽ യോഗ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ചെറിയ വാക്കിന് പോവോ ഒരു ജോഗിങ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്താൽ മതി. പക്ഷേ 10 മിനിറ്റ് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹോൾ ബോഡി ഒന്ന് റീചാർജ് ആവും, ഒന്ന് ആക്ടിവേറ്റ് ആവും, ബ്ലഡ് സർക്കുലേഷനൊക്കെ വന്ന് നമ്മൾ ഒന്ന് എനർജറ്റിക് ആവും നമ്മുടെ ആ ഒരു ഡേ തുടങ്ങാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ഡെയിലി സ്കെഡ്യൂൾ ഒന്ന് റിവ്യൂ ചെയ്യുക. നമ്മൾ തലേദിവസം തന്നെ ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ അതൊക്കെ ഒന്ന് സെറ്റാവും. ഇനി നമ്മൾ തലേദിവസം ചെയ്തിട്ടില്ലെങ്കിൽ അന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്ത് വെച്ചാൽ നമ്മുടെ അന്നത്തെ ഡേ നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കും. അപ്പോൾ അത് കൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യുക. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക. അതായത് ഇന്ന് ഞാൻ ഇങ്ങനെയായിരിക്കും, ഇന്നെൻ്റെ ഉദ്ദേശം ഇതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ സിമ്പിൾ ഫ്രേസ് എന്തെങ്കിലും വെക്കാം. ടുഡേ ഐ എം ഗോയിങ് ടു ബി കോൺഫിഡൻറ്റ്, ടുഡേ ഐ വിൽ കൺട്രോൾ മൈ ഡയറ്റ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻറ്റൻഷൻ നമ്മൾ അന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളത് ഒരു ഇൻറ്റൻഷൻ വെക്കുക. അപ്പം നമ്മൾ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കും. ലാസ്റ്റ് ആൻഡ് ദ പവർഫുൾ ഹാബിറ്റ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക. അതായത് നമ്മൾ പ്രെയറോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള ബ്ലെസ്സിങ്സ് എത്ര ചെറുതാണെങ്കിലും അതിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ജേർണലിങ് ചെയ്യുക. അതല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് താങ്ക്ഫുൾ ആയിട്ടിരിക്കുക. നമുക്ക് കിട്ടിയ അന്നത്തെ കാര്യങ്ങളിൽ ഹാപ്പി ആവാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഗ്രാറ്റിറ്റ്യൂഡായിട്ടിരിക്കുക എന്നുള്ളത് അതെങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്, അത് പ്രയറിൽ കൂടെയാണോ ജേർണലിൽ കൂടെയാണോ അതോ നമ്മൾ ജസ്റ്റ് എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയ ബ്ലെസ്സിങ്സ്, ഏറ്റവും നല്ലതൊരു നോട്ട്ബുക്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ വെക്കുന്നതാണ്. അപ്പോൾ അത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റീവ്
മോർണിംഗ് ഹാബിറ്റ്സ്. ഇതിൽ കുറേയൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇനി ഏതെങ്കിലുമൊക്കെ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സമയമാണ്. ഇപ്പോൾ ഈ ഒരു ഡിസംബറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ 2025 ആകുമ്പോഴത്തേനും നമ്മൾ സെറ്റായിരിക്കും. അത് നമ്മുടെ ആ ഒരു ഇയറിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എപ്പോഴും ഓർക്കുക, പുതിയ ഏത് ഹാബിറ്റ് ചെയ്യുമ്പോഴും ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഹാബിറ്റ്സ് തന്നെ പല രീതിയിൽ പല ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യുക. ഏതാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത്, ആ വർക്ക് ചെയ്യുന്നത് ചെറുതായിട്ട് കൊണ്ടുപോയി അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഹാബിറ്റ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഓൾറെഡി ചെയ്യുന്ന ഒരു റുട്ടീൻ്റെ കൂടെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ലൈക്ക് നമ്മൾ ബ്രഷ് ചെയ്ത ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓൾറെഡി ചെയ്യുന്ന ഹാബിറ്റ്സിൻ്റെ കൂടെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹാബിറ്റ്സ് ബിൽഡപ്പ് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബിക്കോസ് നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാൻ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഹാബിറ്റ്സാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.